ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 149/2025. ക്വസ്റ്റ്യൻ: ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? 1. മൂന്നാം എസ്റ്റേറ്റ് പ്രതിനിധികൾ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. 2. 1791 ജൂലൈ 14 ജനക്കൂട്ടം ബാസ്റ്റൽ കോട്ട ആക്രമിച്ചു. 3. അബേസിയസ്, മിറാബോ എന്നിവരായിരുന്നു ദേശീയ അസംബ്ലിയുടെ നേതാക്കന്മാർ. ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ മാത്രമാണ് ശരി. ആൻസർ എന്നത് ഓപ്ഷൻ ബി 1, 3. ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ മാത്രമാണ് ശരി. ഓപ്ഷൻ ബി. ജനക്കൂട്ടം ബാസ്റ്റൽ കോട്ട ആക്രമിച്ചത് 1789 ജൂലൈ 14 1791 ജൂലൈ 14 അതിനാൽ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, തൃപ്പടിദാനം. ആറ്റിങ്ങൽ കലാപം, കുളച്ചൽ യുദ്ധം, തൃപ്പടിദാനം. അങ്ങനെയാണ്. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721, കുളച്ചൽ യുദ്ധം 1741, തൃപ്പടിദാനം 1750. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 2, 1, 3. ചുവടെ തന്നിരിക്കുന്നവരിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. കല്ലുമാല സമരം, നിഴൽ താങ്കലുകൾ, മൂക്കുത്തി സമരം, ദർശനമാല. ശരിയായ ജോഡികൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മാത്രമാണ്. നിഴൽ താങ്കലുകൾ വൈകുണ്ഠസ്വാമികൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, രണ്ടാമത്തേത് മാത്രം. കല്ലുമാല സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. അതുപോലെ നിഴൽത്താങ്കലുകൾ വൈകുണ്ഠസ്വാമികളാണ്. മൂക്കുത്തി സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. മൂക്കുത്തി സമരം നടത്തിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ദർശനമാല എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, രണ്ടാമത്തേത് മാത്രം. ചുവടെ തന്നിരിക്കുന്നതിൽ നിസ്സഹന സമരവുമായി ബന്ധമില്ലാത്തത് ഏത്? ഇൽബർട്ട് ബിൽ വിവാദം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? കോഴഞ്ചേരി പ്രസംഗത്തിന്റെ പേരിൽ സി കേശവൻ അറസ്റ്റിലായി. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചു. EV രാമസ്വാമി നായ്ക്കർ സമരത്തെ പിന്തുണച്ചു. 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. 2, 3, 4. കോഴഞ്ചേരി പ്രസംഗത്തിന്റെ പേരിൽ സി കേശവൻ അറസ്റ്റിലായി എന്നത് ശരിയാണ്. എന്നാൽ ഈ സംഭവം നടന്നത് വൈക്കം സത്യാഗ്രഹത്തിന് ശേഷമാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3, 4 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ഓപ്ഷൻ ബി. ഉത്തരധ്രുവത്തിനടുത്തുള്ള ഈ ദ്വീപ് പ്രദേശം ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള അർദ്ധ സ്വയംഭരണ മേഖലയാണ്. സിംഹഭാഗവും വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ സുരക്ഷിതത്വത്തിന് ഈ മേഖല നിർണായകമാണ്. ഇത് കാരണമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശത്തിന്റെ നിയന്ത്രണത്തിനായി ശ്രമിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏത് പ്രദേശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഉത്തരധ്രുവത്തിനടുത്തുള്ള ഈ ദ്വീപ് പ്രദേശം ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള അർദ്ധ സ്വയംഭരണ മേഖലയാണ്. സിംഹഭാഗവും വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ സുരക്ഷിതത്വത്തിന് ഈ മേഖല നിർണായകമാണ്. ഇത് കാരണമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശത്തിന്റെ നിയന്ത്രണത്തിനായി ശ്രമിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏത് പ്രദേശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഗ്രീൻലാൻഡ്. വിവിധ തരം മഴകളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞ് പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി.
പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറങ്ങി പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി. വായു ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് ഘനീഭവിച്ചുണ്ടാകുന്ന ഇടിമിന്നലോടുകൂടിയ മഴയാണ് സംവഹന വൃഷ്ടി. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്നത് ശൈലവൃഷ്ടിയാണ്. ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായത് 1ഉം 2ഉം മാത്രമാണ്. ശരിയായത് 1. പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറങ്ങി പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി. അതുപോലെ വായു ചൂടാക്കുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് ഘനീഭവിച്ചുണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംവഹന വൃഷ്ടി. 3-മത്തെ തെറ്റാണ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്നത് സംവഹന വൃഷ്ടിയാണ്. ശൈലവൃഷ്ടിയല്ല, സംവഹന വൃഷ്ടിയാണ്. അപ്പോൾ 3-മത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1, 2 എന്നിവ മാത്രം. 8-മത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 9. പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും താരതമ്യം ചെയ്യുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും താരതമ്യം ചെയ്യുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1. പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയതും തുടർച്ചയായതുമാണ്. 2. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. 3. മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ച് കടന്നു പോകുന്നു. 1ഉം 3ഉം ആണ് ശരി. 1ഉം 3ഉം. പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയതും തുടർച്ചയായതുമാണ്. അതുപോലെ മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ച് കടന്നു പോകുന്നു. 2-മത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി എന്നത് തെറ്റാണ്. ആനമുടി പശ്ചിമഘട്ടത്തിലാണ്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ജിന്ദാഗണ്ഡയാണ്. അപ്പോൾ 2-മത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 എന്നിവ മാത്രം. വിദൂര സംവേദനം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് തെരഞ്ഞെടുക്കുക. വിദൂര സംവേദനം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ സംബന്ധിച്ച വിവരങ്ങൾ സ്പർശനബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണത്. കൃത്രിമ ഉപഗ്രഹങ്ങൾ വിദൂര സംവേദനത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഭൂവിനിയോഗം, ധാതു സമ്പത്തുകളെ കണ്ടെത്തൽ തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രയോജനകരമാണ്. എല്ലാം ശരിയാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിനും കാമ്പിനും ഇടയിൽ മാന്റിൽ സ്ഥിതി ചെയ്യുന്നു. ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള പാളിയാണ് കാമ്പ്. ഇത് പ്രധാനമായും നിക്കലും ഇരുമ്പും കൊണ്ട് നിർമ്മിതമാണ്. 3ഉം ശരിയാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവയെല്ലാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ISROയുടെ നൈസർ ദൗത്യത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. ഇത് നാസയും ISROയും സംയുക്തമായി നടത്തുന്ന ഒരു ബഹിരാകാശ ദൗത്യമാണ്. ഇത് ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹ ദൗത്യമാണ്. ഈ ദൗത്യത്തിൽ ഉപയോഗിക്കുന്നത് GSLV Mk-3 എന്ന വിക്ഷേപണ വാഹനമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം. ഇത് നാസയും ISROയും സംയുക്തമായി നടത്തുന്ന ഒരു ബഹിരാകാശ ദൗത്യമാണ്. ഇത് ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹ ദൗത്യമാണ്. പ്രസ്താവന 3 തെറ്റാണ്. കാരണം ഈ ദൗത്യത്തിൽ ഉപയോഗിക്കുന്നത് GSLV Mk-3 അല്ല, പകരം ISROയുടെ LVM-3 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 റോക്കറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാന ഡെപ്യൂട്ടി ചെയർമാൻ മൊണ്ടേക് സിംഗ് അലുവാലിയ. ഇന്ത്യൻ
സമ്പദ് വ്യവസ്ഥയിൽ ഉത്തര മഹാസമതലത്തിന്റെ പ്രത്യേകതകൾ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉത്തര മഹാസമതലത്തിന്റെ പ്രത്യേകതകൾ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശം. ഉയർന്ന വ്യവസായ പുരോഗതി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ഉത്തര മഹാസമതലത്തിന്റെ പ്രത്യേകതകൾ. 1ഉം 2ഉം ശരി. 1ഉം 2ഉം ശരി. ഉയർന്ന കാർഷിക ഉൽപാദനക്ഷമതയുണ്ടെങ്കിലും ഈ പ്രദേശം വ്യാവസായിക പുരോഗതിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ മറ്റ് ചില സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പിന്നിലാണ്. അതിനാൽ പ്രസ്താവന 3 തെറ്റാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1, 2 ശരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തിത്തുണി വ്യവസായം. സാധാരണയായി ബാങ്കുകൾ ഓവർഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് ഏതുതരം ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ്? സാധാരണയായി ബാങ്കുകൾ ഓവർഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് ഏതുതരം ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ്? പ്രചലിത നിക്ഷേപം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തൃതീയ മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തൃതീയ മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ. 1. പ്രൈമറി സെക്കൻഡറി മേഖലയുടെ വികസനം കൂടുന്നതിനനുസരിച്ച് സേവനങ്ങൾക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചു. വരുമാന നിലവാരം കൂടുന്നതിനനുസരിച്ച് ആളുകൾ സേവനങ്ങൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു. ICT പോലുള്ള സേവനങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു. ഇന്ത്യയിൽ കാർഷിക വികസനത്തിന് സാധ്യതകളില്ല. 1ഉം 2ഉം 3ഉം ശരിയാണ്. 1ഉം 2ഉം 3ഉം ശരി. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. ഇന്ത്യയിൽ കാർഷിക വികസനത്തിന് സാധ്യതകളില്ല എന്ന പ്രസ്താവന ശരിയല്ല. കാർഷിക മേഖലയിൽ ഇപ്പോഴും വികസന സാധ്യതകളുണ്ട്. അതിനാൽ പ്രസ്താവന 4 തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 2022 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പ്രൈസ് ജേതാക്കൾ. 2022 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പ്രൈസ് ജേതാക്കൾ. ഓപ്ഷൻ എ ബെൻ എസ് ബർണാങ്, ഡഗ്ലസ് ഡയമണ്ട്, ഫിലിപ്പ് ഡിക്വിക്. ഓപ്ഷൻ എ ആണ്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. 1. 2014 ഭാരത സർക്കാർ തുടങ്ങിയ ഒരു സംരംഭം. 2. അന്തർദേശീയ സ്ഥാപനങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ് നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. 3. ദേശീയ സ്ഥാപനങ്ങളുടെ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം. മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ 1ഉം 3. 2014 ഭാരത സർക്കാർ തുടങ്ങിയ ഒരു സംരംഭം. ദേശീയ സ്ഥാപനങ്ങളുടെ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. അന്തർദേശീയ സ്ഥാപനങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല, മറിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. അതിനാൽ പ്രസ്താവന 2 തെറ്റാണ്. 2025 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബിൽ പരിഗണിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? 2025 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വഖഫ് ബിൽ പരിഗണിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ജഗദാംബിക പാൽ. ഓപ്ഷൻ എ. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? 106 ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങൾ താഴെ പറയുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടന പ്രകാരം പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങൾ താഴെ പറയുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1. ജന്മസിദ്ധമായ പൗരത്വം. 2. പിന്തുടർ വഴിയുള്ള പൗരത്വം. 3. രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. 4. പ്രദേശ സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് എഴുതുക. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത്
എഴുതുക. നിർദ്ദേശ തത്വങ്ങൾ ന്യായവാദാർഹമാണ്. അവ ലംഘിക്കപ്പെട്ടാൽ പൗരന് കോടതിയിൽ സമീപിക്കാവുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക. യൂണിയൻ ലിസ്റ്റിൽ പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, ആദായ നികുതി. സംസ്ഥാന ലിസ്റ്റിൽ മൃഗസംരക്ഷണം, പൊതുജനാരോഗ്യം, പ്രാദേശിക ഗവൺമെന്റുകൾ, ജയില്. കൺകറന്റ് ലിസ്റ്റിൽ വിദ്യാഭ്യാസം, വനങ്ങൾ, വിവാഹവും വിവാഹമോചനവും, മായം ചേർക്കൽ. എല്ലാം ശരിയാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഇവയെല്ലാം ശരി. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലികാവകാശം ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലികാവകാശം ഏത്? ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 കൽക്കട്ടയിൽ വെച്ചാണ്. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഭരണഘടന അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ ശരിയായത് കണ്ടെത്തുക. ശരിയായത് 2ഉം 4ഉമാണ്. 2, 4 ശരി. ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. അതുപോലെ 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഭരണഘടന അംഗീകരിച്ചത്. പ്രസ്താവന 1 തെറ്റാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ BR അംബേദ്കർ. അതുപോലെ 3 തെറ്റാണ്. പ്രസ്താവന 3 തെറ്റാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ന്യൂഡൽഹിയിലെ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ചാണ്, കൽക്കട്ടയിൽ വെച്ചല്ല. ന്യൂഡൽഹിയിലെ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത്? ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത്? അനന്യം പദ്ധതി. ഓപ്ഷൻ ബി. കേരളത്തിലെ GSDP-യിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല. കേരളത്തിലെ GSDP-യിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല, തൃതീയ മേഖല. തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കരാറാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. 2. ഉപരിതല ജലം സംരക്ഷിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. 3. വയലുകൾ, കുളങ്ങൾ, ചതുപ്പു നിലങ്ങൾ തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നു. 4. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ. 2ഉം 3ഉം 4ഉം ശരിയാണ്. 2ഉം 3ഉം 4ഉം ശരിയാണ്. ഉപരിതല ജലം സംരക്ഷിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. അതുപോലെ വയലുകൾ, കുളങ്ങൾ, ചതുപ്പു നിലയങ്ങൾ തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ. പ്രസ്താവന 1 തെറ്റാണ്. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കരാറ് റാംസർ കൺവെൻഷനാണ്. റാംസർ കൺവെൻഷനാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടതാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷി മന്ത്രി, ചീഫ് സെക്രട്ടറി. കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബന്ധ ബില്ലിൽ ഉൾപ്പെടാത്തത് ഏത്? കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബന്ധ ബില്ലിൽ ഉൾപ്പെടാത്തത് ഏത്? മിച്ച ഭൂമിയുടെ ഉടമസ്ഥാവകാശം ജന്മിമാർക്ക് നൽകുക.
കേരളത്തിലെ 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? കേരളത്തിലെ 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? KN ഹരിലാൽ. കേരളത്തിലെ ഇപ്പോഴത്തെ DGP ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ DGP ആര്? റവാഡ A ചന്ദ്രശേഖർ. ഏത് സാങ്കേതിക വിദ്യക്കാണ് 2020 കാർപെന്റിയർ, ജെന്നിഫർ എഡൌഡ്ന എന്നീ ശാസ്ത്രജ്ഞന്മാർക്ക് രസതന്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത്? CRISPR-Cas9. ഓപ്ഷൻ A. ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധ ശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഏത് നാമത്തിലാണ്? ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധ ശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഏത് നാമത്തിലാണ്? സൂപ്പർ ബഗുകൾ. കണ്ണുകളെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്ന എൻസൈമിന്റെ പേരെന്ത്? കണ്ണുകളെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്ന എൻസൈമിന്റെ പേരെന്ത്? ലൈസോസൈം. നോസിസ്പെഷൻ എന്ന പ്രവർത്തനം ഏത് സംവേദനവുമായി ബന്ധപ്പെട്ടതാണ്? വേദന. താഴെ തന്നിരിക്കുന്നതിൽ DNA ഇല്ലാത്ത നൈട്രജൻ ബേസ് ഏത്? താഴെ തന്നിരിക്കുന്നതിൽ DNA ഇല്ലാത്ത നൈട്രജൻ ബേസ് ഏത്? യുറാസിൻ. ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് എന്ന്? ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് എന്ന്? സെപ്റ്റംബർ 29. അനൈറോബിക് ശ്വസനം നടക്കുന്നത് ഏതിൽ? അനൈറോബിക് ശ്വസനം നടക്കുന്നത് ഏതിൽ? ബാക്ടീരിയ. RBCയിലെ വർണ്ണകം ഹീമോഗ്ലോബിൻ. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 6ഉം ഫോക്കസ് ദൂരം F ആണെങ്കിൽ രണ്ടും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന സമവാക്യമാണ്. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 6ഉം ഫോക്കസ് ദൂരം F ആണെങ്കിൽ രണ്ടും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന സമവാക്യമാണ് F = R/2. കുത്തനെ മുകളിലേക്ക് എറിഞ്ഞ പന്ത് 100 മീറ്റർ മുകളിൽ സഞ്ചരിച്ച ശേഷം തിരിച്ചു അതേ സ്ഥാനത്ത് തന്നെ എത്തുകയാണെങ്കിൽ പന്തിന്റെ സ്ഥാനാന്തരം എത്രയായിരിക്കും? 0. മനുഷ്യന് ശ്രവണസാധ്യമായ ശബ്ദപരിധി താഴെ കൊടുക്കുന്നവയിൽ എത്രയാണ്? മനുഷ്യന് ശ്രവണസാധ്യമായ ശബ്ദപരിധി താഴെ കൊടുക്കുന്നവയിൽ എത്രയാണ്? 20 ഹെർട്സിനും 20,000 ഹെർട്സിനിടയിൽ. 20 ഹെർട്സ് ടു 20,000 ഹെർട്സ്. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശിവശക്തി. APPAAR ഐഡിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുക്കുന്നത് ശരിയായത് ഏത്? ഒരു രാഷ്ട്രം, ഒരു സ്റ്റുഡന്റ്, ID. ഓപ്ഷൻ A. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? വൈദ്യുതിയെ കടത്തിവിടാൻ കഴിവുള്ള ഒരു പദാർത്ഥമാണ് വജ്രം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് അല്ലെങ്കിൽ ഏതെല്ലാമാണ് ഉത്കൃഷ്ട വാതകം അല്ലെങ്കിൽ വാതകങ്ങൾ? ഹീലിയവും നിയോണും. ആൻസർ വരുന്നത് ഓപ്ഷൻ C 2ഉം 4ഉം. കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ തെറ്റായിട്ടുള്ളത് ഏത്? കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളത് ഏത്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ജലീയ ലായനിയുടെ pH മൂല്യം 7നേക്കാൾ കൂടുതലായിരിക്കും. താഴെ കൊടുത്തിരിക്കുന്നതിൽ അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകം അല്ലെങ്കിൽ വാതകങ്ങൾ ഏത്? അമോണിയ, സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്. സൾഫർ ഡൈ ഓക്സൈഡും അതുപോലെ നൈട്രജൻ ഡൈ ഓക്സൈഡും. ആൻസർ ഓപ്ഷൻ B 2ഉം 4ഉം. സൾഫർ ഡൈ ഓക്സൈഡ് ജലവുമായി പ്രതിപ്രവർത്തിച്ച് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്നു. നൈട്രജൻ ഡൈ ഓക്സൈഡ് ജലവുമായി പ്രതിപ്രവർത്തിച്ച് നൈട്രിക് ആസിഡ് ഉണ്ടാകുന്നു. ഈ ആസിഡുകളാണ് മഴവെള്ളത്തിന്റെ മൂല്യം കുറച്ച് അമ്ലമഴ അഥവാ ആസിഡ് റെയിനിന് കാരണമാകുന്നത്. അമോണിയം, കാർബൺ മോണോക്സൈഡ് എന്നിവ അമ്ലമഴയ്ക്ക് കാരണമാകുന്നില്ല. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് അല്ലെങ്കിൽ ശരിയായവ ഏത്? 1. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന പാളിയിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്.
2 സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നു. 3 1996 രൂപം കൊണ്ട ലണ്ടൻ പ്രോട്ടോകോൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ വസ്തുക്കളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉം. അന്തരീക്ഷത്തിൽ സ്ട്രാറ്റോസ്ഫിയറിന്റെ എന്ന പാളിയിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നു. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ വസ്തുക്കളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് 1987 രൂപം കൊണ്ട മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. ലണ്ടൻ പ്രോട്ടോകോൾ 1990 രൂപം നൽകി. ഈ പ്രോട്ടോകോളിലെ ഭേദഗതികളിൽ ഒന്നാണ്. അതിനാൽ പ്രസ്താവന 3 തെറ്റാണ്. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ വസ്തുക്കളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് 1987 രൂപം കൊടുത്ത മോൺട്രിയൽ പ്രോട്ടോകോൾ. ലണ്ടൻ പ്രോട്ടോകോൾ ഈ പ്രോട്ടോകോളിലെ ഭേദഗതികളിൽ ഒന്നാണ്. അതിനാൽ പ്രസ്താവന 3 തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏതാണ്? കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം. ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? നീലക്കുയിൽ. വരിക വരിക സഹചരെ സഹന സമരമായി എന്ന പ്രസിദ്ധ ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പയ്യന്നൂർ സത്യാഗ്രഹം. താഴെ പറയുന്നതിൽ ഏത് ക്ലാസിക്കൽ നൃത്തമാണ് ജനിച്ച ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്? താഴെ പറയുന്നതിൽ ഏത് ക്ലാസിക്കൽ നൃത്തമാണ് ജനിച്ച ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്? കുച്ചിപ്പുടി. MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ്? MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ്? ഭീമസേനൻ. 2023 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് ഏത് രാജ്യത്താണ്? 2023 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് ഏത് രാജ്യത്താണ്? ഇന്ത്യ. ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ മലയാളി താരമായ മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ മലയാളി താരമായ മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. സാധനങ്ങളിലെ വിമാന കോഡിന്റെ വിശദാംശങ്ങൾ സ്കാൻ ചെയ്യാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഏതാണ്? QR കോഡ് റീഡർ. ഓപ്പൺ സോഴ്സ് ബ്രൗസ് സോഫ്റ്റ്വെയറിന് ഒരു ഉദാഹരണം ഡാഷ് ആണ്. ഓപ്പൺ സോഴ്സ് ബ്രൗസ് സോഫ്റ്റ്വെയറിന് ഒരു ഉദാഹരണം ഡാഷ് ആണ്. മൊസില്ല ഫയർഫോക്സ്. ഏത് നെറ്റ്വർക്ക് ഉപകരണം അതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ നോഡുകളുടെയും വിലാസം സംഭരിക്കുന്നു? ഏത് നെറ്റ്വർക്ക് ഉപകരണം അതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ നോഡുകളുടെയും വിലാസം സംഭരിക്കുന്നു? ഹബ്ബ്. ഒരു വെബ് പേജിൽ സ്ക്രോളിംഗ് ചിത്രങ്ങളും വാചകങ്ങളും ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു HTML ടാഗ് ഡാഷ് ആണ്. ടാഗ് MRQUEE. ഓപ്ഷൻ സി. കേരളത്തിൽ ഭൂമിശാസ്ത്രപരമായ സൂചന ടാഗ് നേടിയ ഏറ്റവും പുതിയ ഉൽപ്പന്നം ഏതാണ്? കേരളത്തിൽ ഭൂമിശാസ്ത്രപരമായ സൂചന ടാഗ് നേടിയ ഏറ്റവും പുതിയ ഉൽപ്പന്നം ഏതാണ്? കണ്ണാടിപ്പായ. പോക്സോ ആക്ട് 2012 പ്രകാരം കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമ കേസുകൾ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? പോക്സോ ആക്ട് 2012 പ്രകാരം കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമ കേസുകൾ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റും അതുപോലെ ലോക്കൽ പോലീസും. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആൻഡ് സി. ഓപ്ഷൻ ഡി. വിവാഹിതയായ ഒരു സ്ത്രീയോട് ലൈംഗിക ബന്ധം പുലർത്തുന്നത് ക്രിമിനൽ കുറ്റമായി കാണുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ IPC ഒരു വകുപ്പ് സ്ത്രീകളോട് വിവേചനപരമായി നിലകൊള്ളുന്നു എന്ന കാരണത്താൽ 27 സെപ്റ്റംബർ 2018 ജോസഫ് ഷൈൻ
വി യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന സുപ്രധാന വിധിയിലൂടെ സുപ്രീം കോടതി അസാധുവാക്കി. ഏതാണ് ആ വകുപ്പ്? 65ന്റെ ആൻസർ എന്നത് ഓപ്ഷൻ ബി ആണ്, സെക്ഷൻ 497. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്ന പ്രത്യേകതരം വിവേചനത്തിന് എതിരെയുള്ള നിയമമാണ്? പട്ടികജാതി പട്ടികവർഗ നിയമം 1989 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രതിപാദിക്കുന്ന പ്രത്യേകതരം വിവേചനത്തിന് എതിരെയുള്ള നിയമമാണ്? ആർട്ടിക്കിൾ 17. വിവരാവകാശ നിയമം 2005 പ്രകാരം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ പരമാവധി എണ്ണം എത്ര? വിവരാവകാശ നിയമം 2005 പ്രകാരം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ പരമാവധി എണ്ണം എത്ര? 10. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ഗവൺമെന്റ് പിന്തുണയോടെ OTT പ്ലാറ്റ്ഫോമിന്റെ പേര്? സി സ്പേസ്. ഓപ്ഷൻ എ. പോക്സോ ആക്ട് 2012 പ്രകാരം നിയമത്തിന്റെ തട്ടിപ്പ് നിരീക്ഷിക്കാൻ ഏത് അധികാരിയാണ് ഉത്തരവാദി? പോക്സോ ആക്ട് 2012 പ്രകാരം നിയമത്തിന്റെ നടത്തിപ്പ് നിരീക്ഷിക്കാൻ ഏത് അധികാരിയാണ് ഉത്തരവാദി? കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള ദേശീയ കമ്മീഷൻ. ഗാർഹിക പീഡന നിയമപ്രകാരം നിയമിക്കപ്പെടുന്ന ഒരു സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ പങ്ക് എന്താണ്? ഗാർഹിക പീഡന നിയമപ്രകാരം നിയമിക്കപ്പെടുന്ന സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ പങ്ക് എന്താണ്? ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കുകയും നടപടിക്രമങ്ങളിൽ കോടതിയെ സഹായിക്കുകയും ചെയ്യുക. ഒരു ക്ലോക്കിൽ സമയം 10:10 കാണിക്കുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയായിരിക്കും? 115 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഒരു ജോലി പൂർത്തിയാക്കാൻ എക്ക് 40 ദിവസമാണ്. അതേ ജോലി എയും ബിയും ഒരുമിച്ച് ചെയ്തു തീർക്കാൻ 8 ദിവസം മതിയെങ്കിൽ ആ ജോലി ഒറ്റയ്ക്ക് ചെയ്തു തീർക്കുന്നതിന് ബിക്ക് എത്ര ദിവസം വേണം? 10. R = 9, N = 13, ബസ് = 39 ആയ PSC = ഡാഷ് 43. 9 സംഖ്യയുടെ ശരാശരി 50 ആണ്. അതിൽ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 49ഉം അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 52ഉം ആയാൽ അഞ്ചാമത്തെ സംഖ്യ എത്ര? 46. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്. രണ്ട് സംഖ്യകളുടെ അംശബന്ധം 4:5ഉം അവയുടെ ലസാഗു 140ഉം ആയാൽ വലിയ സംഖ്യ ഏത്? രണ്ട് സംഖ്യയുടെ അംശബന്ധം 4:5ഉം അവയുടെ ലസാഗു 140ഉം ആയാൽ വലിയ സംഖ്യ ഏത്? 35. 1.1 ക്യൂബ് മൈനസ് 0.9 ക്യൂബ് മൈനസ് 0.2 ക്യൂബ് ഈക്വൽ ടു 0.594. 3813 ഡാഷ് 253 എന്ന സമാന്തര ശ്രേണിയുടെ അവസാനത്തെ അക്കത്തിൽ നിന്ന് പിന്നിലേക്ക് 20ാമത്തെ പദം ഏതാണ്? 158. എയുടെ 50%വും ബിയുടെ 30%വും തുല്യമായ എ ബി എന്നിവ തമ്മിലുള്ള അംശബന്ധം എത്ര? 3:5. Oh, I just forgot to bring the book. Identify the part of speech of the underlined word. Interjunction. Choose the correct pair of prepositions to complete the sentence. The documentary will be screened dash the conference hall dash the second floor tomorrow. In and on. Use the correct tense form to complete the given sentence. They dashed the club a year ago. Joined the club. Joined. Fill in the blank using correct word to complete the ID. A bolt from the dash. A bolt from the blue. Convert the following sentence from the active voice into passive voice form and choose the correct answer. They selected him
He was selected by them. Find out the incorrectly spelled word from the options given below. Super. Option C. Find out the item which means decide or agree to stop doing something. Call it a day. Option D. Which of the following is not a synonym for the word assuage? Aggravate. Option D. Dash is an example for an onomatopoeic word. 89 answer വരുന്നത് B ആണ് splash. Choose the correct conditional clause to complete the sentence. Dash they would have won the match if they had played well. താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായി എഴുതിയ വാക്ക് ഏത്? ശ്രേഷ്ഠം. മയിൽ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? മയിൽ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് കീരം. തെറ്റായ അർത്ഥമുള്ള ജോഡി കണ്ടെത്തുക. തെറ്റായ അർത്ഥമുള്ള ജോഡി കണ്ടെത്തുക. നവനീതം പ്രാവ്. ജഗന്നാഥൻ പിരിച്ചെഴുതിയാൽ. ജഗന്നാഥൻ പിരിച്ചെഴുതിയാൽ ജഗത് പ്ലസ് നാഥൻ. കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ശതകം ചൊല്ലിക്കുക. ഒറ്റപ്പദം കണ്ടെത്തുക. ന്യായശാസ്ത്രം പഠിച്ചവൻ. ഒറ്റപ്പദം കണ്ടെത്തുക. ന്യായശാസ്ത്രം പഠിച്ചവൻ. നൈയായികൻ. ഓപ്ഷൻ സി. നൃപ പ്ലസ് ഇന്ദ്രൻ ചേർത്തെഴുതിയാൽ. നൃപ പ്ലസ് ഇന്ദ്രൻ ചേർത്തെഴുതിയാൽ നൃപേന്ദ്രൻ. ഓപ്ഷൻ എ. ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. യവനൻ യവനി. അധോമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? അധോമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഉന്മുഖൻ. തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏത്? ശരിയായ വാക്യം ഏത്? തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം റോഡിൽ കാണുന്ന സീബ്ര വരകൾ പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ്. ഓപ്ഷൻ സി. താങ്ക് യു.